ഈ ബിംബങ്ങളെ തകർത്തു ഇവർ. ആര് തകർത്തു? അൽ അശ്റത്തുൽ മുബശ്ശറ മഅൻ നബിയിൽ മുസ്തഫ. അത് ജബ്റു ഖുലൂബിനെ എക്കാലത്തെയും മാനവ സമൂഹത്തിൻ്റെ ഹൃദയരോഗങ്ങളുടെ പരിഹാരമായിട്ടാണ് അവരത് ചെയ്തത്. അവരത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലോകം എന്നോ അവസാനിക്കുമായിരുന്നു. ലോകത്തിന് ഇപ്പോൾ 1500 കൊല്ലം നീണ്ടു കിട്ടിയത് അവർ യൂറോപ്യൻ ബിംബങ്ങളെ തകർത്തത് കൊണ്ട് മാത്രമാണ്. അറബ് ലോകത്തെ പണ്ഡിതന്മാരാണ് അത് ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്കത് കഴിയൂല. എന്തുകൊണ്ട്? അവരുടെ രാജാക്കന്മാർ ഇന്നത്തെ പോലെ അന്നും ആരാണ്? യൂറോപ്പിൻ്റെ അടിമകളാണ്. പണ്ടേ നിങ്ങളോട് പറയുന്നു ഇവർ യൂറോപ്പിൻ്റെ അടിമകളാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി ഇവർ യൂറോപ്പിൻ അടിമകളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2022 ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2000 മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 2022 എൻ്റെ വഹാബി പ്രഭാഷണം വന്നപ്പം അതിശക്തമായി ഞാൻ പറഞ്ഞു ഇവർ യൂറോപ്പിൻ്റെ അടിമകളാണ്. യൂറോപ്പ് മുസ്ലിം ലോകത്ത് വിന്യസിച്ചിട്ടുള്ള ഒരു തിന്മയുടെ ഒരു പേടകം മാത്രമാണ് വഹാബിസം. അത് യൂറോപ്പാണ് അതിൻ്റെ പിന്നിലുള്ള. ശീതയുദ്ധകാലത്ത് വഹാബിസം പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാമ്രാജ്യത്വ ശക്തികൾ പണം തന്നു എന്ന് ഈ അടുത്ത ദിവസം എന്താ പറയുക മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാം. ഇതൊക്കെ സത്യമാണ്. അപ്പം അതിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും എനിക്കെതിരെ അതിശക്തമായി വിമർശനം ഉണ്ടായി. ഈ ഇന്നലെ 2022, 2023 ഉണ്ടായി, 2024 ഉണ്ടായി. يا رب فضلا منك لطفا تلطفا فلا راحة للعبد في غير نيله مطالب وافت بحر جود منيفا بجاه رسول الله حق رجائنا حقق رجاءنا فنقفو لهم آثار صدق ونقتفى وجاههم عند الإله وجاه من أتى بعدهم في قفو آثار مقتفى عليه صلاة ربه حق قدره وآل وصحاب ومن قد تحنفا. ബികസ്രിക്കും നിങ്ങൾ തകർത്തു എന്നതുകൊണ്ട് അൽ അസ്നാമ ആ യൂറോപ്യൻ ബിംബങ്ങളെ, ജബ്റു ഖുലൂബിന സത്യാന്വേഷികളായ ഞങ്ങളുടെ, അല്ലെങ്കിൽ എക്കാലത്തെയും സത്യാന്വേഷികളുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് അതെന്നും പരിഹാരമായി ഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്യൻ ബിംബങ്ങളായിരുന്നു മക്കായിലുണ്ടായിരുന്നത്. എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കാത്തവർ നിർബന്ധമായും വായിക്കുക എന്നും ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേക്കുറിച്ചൊരു കൃത്യമായ അവയർനെസ് നൽകാൻ ആ പുസ്തകത്തിന് കഴിയും. നിർബന്ധമായും പുസ്തകം വായിച്ചിരിക്കണം. അല്ലാതെ ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല, അവർക്കത് മനസ്സിലാവുകയില്ല. അതിനെക്കുറിച്ച് ഒരു കൃത്യമായ പഠനം നടത്താൻ 20ാം നൂറ്റാണ്ടിലാണ് അതിന് ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷേ യൂറോപ്പിൻ്റെ അടിമകളായ അറബിക രാജാക്കന്മാരുടെ കീഴിലുള്ള പണ്ഡിതന്മാർക്ക് അത് കഴിയാതെ പോയി. അറബ് രാജ്യത്തെ പണ്ഡിതന്മാർ എന്നും, പ്രത്യേകിച്ച് ഒരു നൂറ്റാണ്ടോളമായി അറബ് രാജ്യത്തെ പണ്ഡിതന്മാർ നേര് കണ്ടെത്താൻ പലപ്പോഴും അവർക്ക് കഴിയൂല. എന്തുകൊണ്ട്? അവർ കുപ്പിയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയി. അതിൽ വലിയൊരു ശതമാനത്തിനും വന്നത് വഹാബി പക്ഷപാതിത്വമാണ്. വലിയൊരു ശതമാനത്തിന് വന്നതോ സുഖഭോഗ സൗകര്യങ്ങളും ഭയവുമാണ്. മൊത്തത്തിൽ അവർക്കൊരു വഹാബിയത്ത് വന്നുപോയി. വഹാബിയത്ത് എല്ലാ പണ്ഡിതന്മാരെയും, അറബ് ലോകത്തെ പണ്ഡിതന്മാരെ വഹാബിയത്ത്, സെമി വഹാബിയത്ത് എന്ന രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരെയും. ഇന്ന് മൊത്തത്തിലുള്ള ലോകരാജ്യങ്ങളിലെ പണ്ഡിതന്മാരെയെല്ലാം ഒരു സെമി വഹാബിയത്ത് ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയിക്കേണ്ട. അത് ആ രൂപത്തിൽ അവർക്ക് അതെന്തുകൊണ്ട്? വഹാബിയത്ത് ലോകത്തെ പിടിച്ച്, വഹാബിയത്ത് മുസ്ലിം രാജ്യങ്ങളുടെ ഹൃദയമായ ഹിജാസിനെ അടിമപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെയായി എന്ന് വേണമെങ്കിൽ പറയാം. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് അതിശക്തമാവുകയും ഹിജാസിൽ അതിശക്തമായ സ്വാധീനം 924 അവർക്ക് ലഭിക്കുകയും ചെയ്തു.
അത് രാജ്യമായി വേറിട്ട് ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായി വരുന്നത് 32-ലാണെങ്കിൽ പോലും അതിൻ്റെ ഇൻഫ്ലുവൻസ്, വഹാബിയത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആ രാജ്യങ്ങളെ മതിക്കുന്നത് 924-ലാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞുപോയി. അപ്പോൾ ഒരു നിലക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു അടിമത്തം വന്നിട്ടുണ്ടാകാം. ഇങ്ങനൊക്കെ ഇനി പോകുള്ളൂ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത. വലൈക്കും സലാം. പിന്നെ രണ്ടാമതായി അവർ വഹാബിയത്തിൽ വാർത്തിട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് ഇന്നത്തെ പണ്ഡിതന്മാർ, ഇന്നത്തെ ഹിജാസിലും പരിസരത്തുള്ള പണ്ഡിതന്മാർ. അപ്പോൾ അവർക്ക് അവരുടെ ശൈലിയിൽ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഒരു വിശാലമായ ചിന്ത പലപ്പോഴും ഉണ്ടാവുകയുമില്ല. അപ്പം അതൊരു വലിയ ദുരന്തത്തിലാണ് ഇന്ന് മുസ്ലിം പണ്ഡിത ലോകമുള്ളത്. ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം അത് പൊതുജനത്തെയും ബാധിക്കും. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, ഒരു കാലത്ത് നമ്മളെ രാജ്യത്തെ പണ്ഡിതന്മാർ കൃത്യമായി അവർക്കെതിരെ നിന്നിരുന്നു. ആ പണ്ഡിതന്മാരെ നമ്മുടെ സമ്മേളനങ്ങളിൽ ക്ഷണിക്കാതിരിക്കുക, അതൊക്കെയാണ് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് ഈ അറബ് ലോകത്തെ ദുഷിച്ച പണ്ഡിത സമൂഹവുമായി ഒരു നൂറ്റാണ്ടിലായി ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിനും മാറ്റം സംഭവിച്ചു. നമ്മളെപ്പോലത്തെ ലോകത്തെ നാട്ടിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമത്തം പേറേണ്ട ബാധ്യതയൊന്നും ഇവർക്കില്ല. പക്ഷേ അവർ തന്നെ വരുത്തി കൂട്ടിയ ഒരു അടിമത്തം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തെന്നാൽ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ബികസിരിക്കുമുൽ അസ്നാം എന്ന് പറഞ്ഞത് ഭയങ്കര ഒരാശയാണ്. ഒരു ക്ലാസ് എടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല, വീണ്ടും ആ ക്ലാസ് എടുക്കുക. കഴിഞ്ഞൊരു ക്ലാസ് ഏകദേശം ഞാൻ ഒറ്റ വരിയാണ് എടുത്തത്, വീണ്ടും ഞാനത്. എന്തുകൊണ്ട്? അത് അല്ലാതെ പറയേണ്ട ഒരു വിഷയമാണത്. ഇതിൽ ഒരു ഗഹനമായ പഠനം വരേണ്ടതായിരുന്നു. പിന്നെ അറബ് ലോകത്തെ പണ്ഡിതന്മാരുടെ പഠനങ്ങളെല്ലാം ഇന്ന് ചവറുകൾ മാത്രമാണ്. ഞാനൊരു അറബ് പണ്ഡിതൻ്റെ പുസ്തകവും ഇപ്പം നോക്കാറില്ല. എന്തുകൊണ്ട്? ഒരു വിവരം അതിൽ കാണുന്നില്ല. വളരെ വീക്കാണ് അറബ് പണ്ഡിതന്മാർ. ഒരു വിവരമില്ല. എനിക്ക് ഇവിടെ നിന്ന് ജോലിക്ക് പോയി അവിടെ ഇമാമുകളും മറ്റുമായി നിൽക്കുന്ന പല ആളുകളും എനിക്ക് അവിടെ പുറത്തിറങ്ങുന്ന പുതിയ പുതിയ കിതാബുകൾ അയച്ചു തരും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ അവരോട് ഏകദേശം 1.5-2 കൊല്ലമായി ഇനി എനിക്ക് അങ്ങനത്തെ കിതാബുകൾ അയച്ചു തരരുത് എന്നവരോട് പറയുകയും അത് ഞാൻ നിർത്തുകയും ചെയ്തു. എന്തുകൊണ്ട്? അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം നഷ്ടമാണ്. ഒരു വിവരവും അറബ് ലോകത്തെ പുതിയ പണ്ഡിതന്മാരുടെ ഒരു കിതാബിലും ഇല്ല. വിവരമേ ഇല്ല, ശേഷം വിവരമില്ല. പുതിയ അറബ് പണ്ഡിതന്മാർക്ക് വിവരമെന്ന് പറഞ്ഞ സാധനമില്ല. വിവരം എന്ന് പറഞ്ഞാൽ, വിവരം എന്നാൽ എന്താണ് വിവരം? വിവരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയാന്തരാളത്തെ മതിക്കാൻ കഴിയുന്നതാണ് വിവരം. ഹൃദയത്തെ അല്ല. ഹൃദയത്തിന് അതിൻ്റെ ഫിസിക്കൽ ടച്ച് ആണ്. ഹൃദയം ഈ ഹൃദയം എന്ന് പറയുമ്പോഴും മനസ്സിലാക്കും, ഹൃദയം 2ആണ്. ഒരു ഹൃദയം തന്നെ 2ആണ്. എവിടെ ഹൃദയം 2ആവുക? ഹൃദയം 2ആണ്, ഹൃദയം 1അല്ല. ഉദാഹരണം പറയാം. ഹൃദയം, ഹൃദ്രോഗം ഇത് ഹൃദ്രോഗം എന്നുള്ളത് ഒരു MBBS ഡോക്ടർ പറയുന്നതും ഒരു സൂഫി പറയുന്നതും വ്യത്യാസമുണ്ട്. സൂഫി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആധുനിക സൂഫിയല്ല. ആധുനിക സൂഫി ഡോക്ടറെ പോലെ തന്നെയാണ്. പണ്ടത്തെ സൂഫി അറ്റാക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് ഒരു MBBS ഡോക്ടർ എന്ത് പറയുക? ഹൃദ്രോഗം എന്ന് പറയുക. എന്നാൽ അതാണോ യഥാർത്ഥത്തിൽ ഹൃദ്രോഗം? അല്ല. ഹൃദ്രോഗം കിബറാണ്, ഹസദാണ്, റിയാ ആണ്, ഉജുബാണ്. ഇതാണ് ഹൃദ്രോഗം. എന്നാൽ അത് ഫിസിക്കലി നമ്മൾ ഷറഹ് ചെയ്താൽ, കീറി മുറിച്ചാൽ അതോട്ട് കാണുകയില്ല. അതേസമയത്ത് അറ്റാക്കിന് കാരണമാകുന്ന ഫിസിക്കലി രോഗങ്ങൾ ഹൃദയം കീറി മുറിച്ചാൽ കാണും. അപ്പോൾ ഈ കാണുന്ന ഈ മാംസപിണ്ഡമായ അല്ലെങ്കിൽ രക്തപിണ്ഡമായി നിൽക്കുന്ന
അതിൻ്റെ ഫിസിക്കലി ബോഡിയിലല്ല എന്ത് കിടക്കണത്, ഹൃദ്രോഗം കിടക്കണത്. അത് ഫിസിക്കലി ഹൃദ്രോഗമാണ്. അത് മാറിയില്ല എന്നാൽ എന്താ സംഭവിക്കുക? അറ്റാക്കിന് കാരണമാകുന്ന കാര്യങ്ങൾ ഹൃദയത്തിലുണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്, പമ്പിങ് ക്ലിയർ അല്ല. ഉദാഹരണം പറയാം, ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ അല്ല, പമ്പിങ് ക്ലിയർ അല്ല. ഇതാണല്ലോ ഇപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ ഒരു അറ്റാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ഫിസിക്കലി ഹൃദയത്തിലാണ്. പക്ഷെ ഖുർആൻ പറയുന്ന ഫുആദ് എന്ന് പറയുന്ന ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്ന് പറയുന്ന ഖുലൂബ് ഇതല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവണില്ലേ? ലൈവ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നീ മനസ്സിലാക്കുന്നതിന് രണ്ടല്ലേ? ഉദാഹരണം പറയാം, നമ്മളെ കോമൺ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയം ഉൾക്കൊള്ളുന്നു. അതാണോ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ ഖുർആന്റെ ഭാഗം? ഉദാഹരണം പറയാം, വരുന്ന 3-ാം തീയതി നീറ്റിൻ്റെ എക്സാം നടക്കുക. അപ്പോൾ ഈ നീറ്റിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്, ആ കുട്ടികൾ ഈ നീറ്റിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുകയും അത് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ അറകളിൽ അവർ സൂക്ഷിക്കുകയും ചെയ്യുന്നത് അവർക്ക് നടക്കുന്നില്ലേ? ഇല്ലേ? അവർക്ക് റാങ്ക് കിട്ടുന്നില്ലേ? പക്ഷെ ഖുർആൻ പറഞ്ഞാൽ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്ന ആക്ഷേപത്തിൽ ഇവരുണ്ടല്ലോ. അവരെ ഹൃദയം ഉൾക്കൊള്ളുന്നില്ലേ? ഉണ്ട്. എന്നാൽ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഖുർആൻ പറയുന്ന ഭാഷ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വളരെ ചിന്തിക്കണം. എൻ്റെ ക്ലാസ് ഒരു സാധാരണ കാര്യമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അതൊരു ഗൗരവമായി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഗൗരവമായി പഠിക്കണം, മനസ്സിലാക്കണം. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, ഞാൻ ഈ ബികസ്രിക്കുമുൽ അസ്നാം എന്നിവിടുന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഈ ബിംബങ്ങളെ തകർത്തു ഇവർ. ആര് തകർത്തു? അൽ അശറത്തുൽ മുബശ്ശറ മഅൻ നബിയിൽ മുസ്തഫ. അത് ജബ്റു ഖുലൂബിനെ എക്കാലത്തെയും മാനവ സമൂഹത്തിൻ്റെ ഹൃദയരോഗങ്ങളുടെ പരിഹാരമായിട്ടാണ് അവരത് ചെയ്തത്. അവരത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലോകം എന്നോ അവസാനിക്കുമായിരുന്നു. ലോകത്തിന് ഇപ്പോൾ 1500 കൊല്ലം നീണ്ടു കിട്ടിയത് അവർ യൂറോപ്യൻ ബിംബങ്ങളെ തകർത്തത് കൊണ്ട് മാത്രമാണ്. ഞാനൊരു കാവ്യശൈലിയിലായി സംസാരിക്കുന്നത്. ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രൂപത്തിൽ തന്നെയല്ലേ കൃത്യമായി അവസാനിക്കാതെ. പക്ഷേ ഇപ്പോഴും നന്മ ഇവിടെ ബാക്കിയുണ്ട്. അതേസമയത്ത് അന്നവരത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നന്മ അശേഷം ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. യൂറോപ്യൻ ബിംബങ്ങളെ സ്വഹാബികൾ തകർത്തു. ഇത് യൂറോപ്യൻ ബിംബങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ പഠനം വന്നില്ല. ഈ വിഷയത്തിൽ അനവധി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടും ഞാൻ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിൽ കൃത്യമായി ഉപന്യസിച്ച വിഷയം അങ്ങനെ തന്നെ പറഞ്ഞ ഒരു ഗ്രന്ഥം ഇന്ന് ഈ സെക്കൻഡ് വരെ ലോകത്ത് എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകമല്ലാതെ പുറത്തിറങ്ങിയിട്ടില്ല. നിങ്ങൾ ആ പുസ്തകം വായിച്ചിരിക്കണം. വീണ്ടും വായിക്കണം. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കാലഘട്ടം 20-ാം നൂറ്റാണ്ടായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അറബ് ലോകത്തെ പണ്ഡിതന്മാരാണത് ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്കത് കഴിയൂല. എന്തുകൊണ്ട്? അവരുടെ രാജാക്കന്മാർ ഇന്നത്തെ പോലെ അന്നും ആരാണ്? യൂറോപ്പിൻ്റെ അടിമകളാണ്. ഞാൻ പണ്ടേ നിങ്ങളോട് പറയുന്നു, ഇവർ യൂറോപ്പിൻ്റെ അടിമകളാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയവർ യൂറോപ്പിൻ്റെ അടിമകളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2022 ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2000 മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
2022 എൻ്റെ വഹാബി പ്രഭാഷണം വന്നപ്പം അതിശക്തമായി ഞാൻ പറഞ്ഞു, ഇവർ യൂറോപ്പിന് അടിമകളാണ്. യൂറോപ്പ് മുസ്ലിം ലോകത്ത് വിന്യസിച്ചിട്ടുള്ള ഒരു തിന്മയുടെ ഒരു പേടകം മാത്രമാണ് വഹാബിസം. അത് യൂറോപ്പാണ് അതിൻ്റെ പിന്നിലുള്ള. ശീതയുദ്ധകാലത്ത് വഹാബിസം പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാമ്രാജ്യത്വ ശക്തികൾ പണം തന്നു എന്ന് ഈ അടുത്ത ദിവസം എന്താ പറയുക, മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാം, അതൊക്കെ സത്യമാണ്. അപ്പം അതിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും എനിക്കെതിരെ അതിശക്തമായി വിമർശനം ഉണ്ടായി. ഈ ഇന്നലെ 2022, 2023 ഉണ്ടായി, 2024 ഉണ്ടായി. പിന്നീട് എന്ത് വന്നു, ഇപ്പോൾ ഇറാൻ യുദ്ധം വന്നപ്പോൾ കുറച്ച് നേരം വെളുത്തു തുടങ്ങിയ ആളുകൾക്ക്. അതെന്തുകൊണ്ടെന്നാൽ ഇറാൻ ജയിച്ചു എന്നതുകൊണ്ടാണത്. ഇറാൻ ജയിച്ചു എന്നതുകൊണ്ടാണ്. അപ്പോൾ ജയിക്കുന്നവരുടെയൊക്കെ പിന്തുണ കൊടുക്കുന്നൊരു പൊതുസ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. എനിക്കില്ല, ഞാൻ ഇറാൻ പക്ഷത്തുള്ള ആളല്ല. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ഇറാൻ പക്ഷത്തുള്ള ഒരാളല്ല. ഇറാനിന് കൃത്യമായ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉള്ള ഒരു വിഭാഗമാണ് ഷിയാക്കൾ. അത് പ്രത്യക്ഷത്തിൽ അത് ഗുണകരമാണെന്ന് ഒരു പ്രത്യേക സംഭവത്തിൽ അത് ഗുണകരമാണെന്ന് തോന്നിയാലും ലോങ് ടൈമിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നിർവചിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ ഇറാൻ പക്ഷത്തില്ലാത്തത്. അതേസമയത്ത് ഇറാൻ ചെയ്തത് ശരിയാണോ, നമ്മൾ പീസാക്കി എടുത്ത് നോക്കിയാൽ ശരിയാണ്. ഞാൻ ഇറാൻ പക്ഷത്തുള്ള ഒരാളല്ല, ഒരിക്കലുമല്ല. വഹാബി പക്ഷത്തുമല്ല. ഞാനിപ്പോൾ ലോകത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ പക്ഷത്ത് ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ എല്ലാത്തിനെതിരാണ്. എന്തുകൊണ്ട്? ഇത് ദുഹാൻ്റെ കാലഘട്ടമാണ്. മുസ്ലിം ലോകത്ത് 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടെ പുതിയൊരു വിഭാഗം ഉരുത്തിരിഞ്ഞു വന്നു. അതുവരെ മുസ്ലിങ്ങൾ 2 വിഭാഗമായിരുന്നു. ഇപ്പോൾ പ്രമുഖമായി മുസ്ലിങ്ങൾ 3 വിഭാഗമായി മാറി. ഈ സുന്നി ഷിയ എന്നുള്ള ഈ തരംതിരിവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു തരംതിരിവ് വരുമ്പോൾ സുന്നികൾ എന്ന് പറഞ്ഞാൽ 4 മദ്ഹബുകൾ അംഗീകരിക്കുന്ന സുന്നികൾ മാത്രമാണ്. അതായത് അനവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിങ്ങളിൽ വന്ന ഒരു ചേരിതിരിവാണ് സുന്നി ഷിയ. അത് നൂറ്റാണ്ടുകൾ അനവധി. അതായത് ഇത് 2ാം സഹസ്രാബ്ദം അവസാനിച്ചു 3ാം സഹസ്രാബ്ദത്തിലേക്ക് കയറി. 1ാം സഹസ്രാബ്ദം അവസാനിക്കുന്നതിൻ്റെയും മുമ്പ് വന്നതാണ് എന്ത്, സുന്നി ഷിയ ചേരിതിരിവ്. എന്നാൽ 2ാം സഹസ്രാബ്ദത്തിൻ്റെ അവസാന ഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ AD 1744 സുന്നികൾക്കിടയിൽ ഒരു പുതിയ ചേരിതിരിവ് കൂടി വന്നു, വഹാബിസം. ഇവ പഴയത് വെച്ചിട്ട് മുതലെടുക്കാണ് പലരും, തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ വേൾഡ് അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ആരാണ്? സുന്നികളാണെന്ന് പറയുന്നത് ഒരു മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ 2ആയി മുസ്ലിം സമുദായത്തെ 2ആയി കണ്ട കാലത്ത് എന്തില്ല? വഹാബിസല്ല. അങ്ങനെ പറയൊക്കെ ശരിക്കും ചിന്തിച്ച് പറയാം. എൻ്റെ ക്ലാസ്സിൽ ചിന്തിക്കുന്നവരിരുന്നാൽ മതി, അല്ലാത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല. ചിന്തിക്കുന്നവരിരുന്നാൽ മതി, ചിന്തിക്കാത്തവരെൻ്റെ ക്ലാസ്സിൽ വരരുത്. ചിന്തിക്കണം ഈ പറഞ്ഞത്. ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും പറയും നമ്മളൊക്കെ സുന്നികളാണ്. അപ്പോൾ വഹാബി പറയും നമ്മൾ സുന്നികളാണ്. കാരണം ലോകത്തെ സുന്നി ഷിയ എന്ന 2 വിഭാഗമല്ലേ ഉള്ളൂ. അന്ന് നിങ്ങളില്ല. സുന്നി ഷിയ എന്ന രൂപത്തിൽ മുസ്ലിങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ ആരില്ല? വഹാബികളില്ല. വഹാബികൾ കൃത്യമായി വരുന്നത് ഇബ്നു സഊദ് രാജാവുമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് എന്താ പറയുക റിലീജണൽ കാര്യങ്ങൾക്ക് ഒപ്പുവെക്കുന്ന 1744 കൂടിയാണ് ഒരു പുതിയ ചേരിതിരിവ് മുസ്ലിം സമുദായത്തിൽ വരുന്നത്. അതിൻ്റെയും നൂറ്റാണ്ടുകൾ അനവധി മുമ്പ് എന്ത് വന്നിട്ട് ഉള്ള ചേരിതിരിവിനെ ഇന്നും പറഞ്ഞ് നടക്കരുത്. ഇപ്പൊ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിങ്ങൾ 3 ചേരിയാണ്. അതായത് സുന്നികൾ, വഹാബികൾ, ഷിയാക്കൾ. അങ്ങനെ പറയാം. സുന്നികളോട് അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ് വഹാബികൾ. പേച്ച വിഭാഗമാണ്. എന്നാലും സുന്നികളിൽ നിന്ന് വേർപെട്ടു പോയതാണ്. ഷിയാക്കളിൽ നിന്ന് വേർപെട്ടു പോയ വിഭാഗം വേറെയുണ്ട്. തരം ബഹായികൾ കാഫറുകളാണ്. ഷിയാക്കളാണ്. ഷിയായിൽ നിന്ന് വേറിട്ട് പോയതാണ് ബഹായികൾ, ദുറൂസികൾ.
ഇസ്മായിൽ ഷിയായിൽ നിന്ന് വേറിട്ട് പോയ വിഭാഗമാണ് ദുറൂസികൾ. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച പറയാം. അവർ കാഫറുകളാണ്. അങ്ങനെ പല വിഭാഗമുണ്ട്, പല പല വിഭാഗങ്ങളുണ്ട്, കാഫറായ വിഭാഗങ്ങൾ. സുന്നികളിൽ നിന്ന് വേറിട്ട് വന്ന ഒരു വിഭാഗമാണ് ആര്? വഹാബികൾ. ആ വഹാബി ഐഡിയോളജിയിൽ നിന്ന് പിന്നീടും ചിലത് വേർപെട്ടിട്ടുണ്ട്. പക്ഷെ അത് സുന്നിയിൽ നിന്ന് വേർപെട്ടല്ല, വഹാബിയിൽ നിന്ന് വേർപെട്ടത്. ഉദാഹരണം ഖാദിയാനികൾ. അടിസ്ഥാനപരമായി ഖാദിയാനി ഐഡിയോളജി എന്നത് എന്താണ്? വഹാബി ഐഡിയോളജിയാണ്. ചേകനൂരികൾ, ചേകനൂരി എന്നത് അടിസ്ഥാനം എന്താണ്? വഹാബികളാണ്. വഹാബികളിൽ നിന്ന് വേറിട്ട് പോയ വിഭാഗമാണ് ചേകനൂരികൾ. സുന്നികൾ എന്നല്ല, സുന്നികളിൽ നിന്ന് ആരെ വേറിട്ടിട്ടുള്ളൂ? വഹാബികൾ. ഈ വഹാബികൾ എന്ന് പറയുമ്പോൾ മുജാഹിദും ജമാഅത്തൊക്കെ വഹാബികൾ തന്നെയാണ്. ജമാഅത്തിനെ വേറൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി വെക്കും ചില ആളുകൾ. വഹാബികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജി എന്ത് തന്നെയാണ്? വഹാബികളാണ് അവർ. വഹാബികൾ ആ വഹാബി ഐഡിയോളജിയിൽ നിന്ന് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. ഇങ്ങനെ പലതും അതിന് പൊട്ടിവിടുന്നിട്ടുണ്ട്. സുന്നികളിൽ നിന്ന് 18-ാം നൂറ്റാണ്ടിൽ ഒരു വിഭാഗം വേറിട്ട് വന്നു. അവർ കാഫറുകളാണോ? അവർ കാഫറുകളല്ല. പക്ഷെ കാഫറുകളാവാൻ ഇൻഡിവിജ്വലായ സാഹചര്യം അവർക്കുണ്ട്. ഉദാഹരണം പറയാം, ഒരു മുവഹിദിനെ കാഫറാക്കുക വഴി ഒരാൾ കാഫറാവും. ഒരു ഏകദൈവ വിശ്വാസിയെ ഒരാൾ കാഫറാക്കി കഴിഞ്ഞാൽ, മുശ്രിക്കാക്കി കഴിഞ്ഞാൽ, അയാൾ ഫലത്തിൽ ആരാകും? കാഫറാവും. പക്ഷെ അയാളെ കാഫർ എന്ന് വിളിക്കാൻ പറ്റൂല. അതേസമയത്ത് ഖാദിയാനികൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി തന്നെ എന്താണ്? അവരുടെ ഐഡിയോളജിയിൽ തന്നെ കുഫറുണ്ട്. ഇത് ഒരു പ്രതിഫലനമാണ്. ഒരു മുവഹിദായ ഒരു മുഅ്മിനായ മനുഷ്യനെ കാഫറാക്കുന്നത് കൊണ്ട് കാഫറായിത്തീരുന്നതാണ് വഹാബിയത്തിൽ പലപ്പോഴും സംഭവിക്കുക. ഖാദിയൻസ് അങ്ങനെയല്ല. ഖാദിയൻസ് അവരെ വ്യക്തമായ അവരുടെ ഐഡിയാസ് തന്നെ എന്താണ്? കുഫ്റാണ്. ചേകനൂരിസം കുഫ്റാണ്, തനി കുഫ്റാണ്. കുഫ്റിനെ കുഫ്ർ എന്ന് തന്നെ വ്യവച്ഛേദിക്കണം. ഈ അടുത്ത ദിവസം ചില എന്താ പറയുക, ഈ അടുത്ത ദിവസം കുഫ്റിനെ കുറിച്ച് പിഴച്ച ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കണ്ടത് എനിക്ക് വളരെ വിഷമം തോന്നി. അത് കുഫ്റാണ്. പണ്ഡിതന്മാർ വേണ്ടത്ര പഠിച്ചില്ല എന്ന് മനസ്സിലായി. അതായത് പിഴച്ച ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ അതിനൊരു നിസ്സാരമായിട്ട് ആളുകൾ കാണും. എന്തുകൊണ്ട്? സാധാരണ പണ്ഡിതന്മാർ പേച്ചവരല്ലാത്തവരെയും പേച്ചവരെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ സംഘടനാപരമായ കാര്യമായിട്ടേ മനസ്സിലാക്കുള്ളൂ. പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പിഴച്ച ത്വരീഖത്ത് എന്ന് പറഞ്ഞത് സത്യത്തിൽ പിഴച്ച ത്വരീഖത്തല്ല. അത് പിന്നെ അതെന്താണ്? അത് കുഫ്റാണ്, പക്ക കുഫ്റാണ്, പക്ക കുഫ്റാണ്. അതിന് ത്വരീഖത്ത് എന്ന് പേരിട്ടു. അത് ത്വരീഖത്തും അല്ല. ഇതാണ് എന്താ ഈ പറയുന്നത്? ഇവരൊന്നും പിടുത്തമില്ല. സത്യത്തിൽ ഇവരെ വിമർശിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ വളരെ വേദനിക്കുകയാണ്. ഇത് പൊതുജനം ഇതിൽ നിന്ന് ഒരിക്കലും ഈ വാക്കുകൊണ്ട് വിട്ടു നിൽക്കൂല. ജനങ്ങൾക്ക് കൺഫ്യൂഷനാൽ മാത്രമല്ല, ഈ പറയുന്ന ആളുകൾ പേച്ച ത്വരീഖത്ത് എന്ന് പറഞ്ഞ പല സംഗതികളും പേച്ച ത്വരീഖത്തല്ല എന്ന് പൊതുജനം വിധി എഴുതിയിട്ടുണ്ട്. പേച്ച ത്വരീഖത്ത് തന്നെയാണെങ്കിൽ പോലും പണ്ഡിതന്മാർ പലപ്പോഴും ചില ത്വരീഖത്തുകളെ പേച്ച ത്വരീഖത്തുകൾ എന്ന് പറയുന്നത് കൊണ്ട് അത് പേച്ച ത്വരീഖത്ത് ആയിക്കൊള്ളണമെന്നില്ല. അതിനും കേരളത്തിൽ അനവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെതാ. എന്നാലും വഹാബിയത്ത് പേച്ചതാണ്. പക്ഷെ അത് എന്തല്ല? കുഫ്റല്ല. വഹാബിയത്ത് പേച്ചതാണ്, പക്ഷെ അത് എന്തല്ല? കുഫ്റല്ല. പേച്ച ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ പേച്ചത് എന്ന് പറയുന്ന തലം മാത്രമേ അതിനുള്ളതെങ്കിൽ പേച്ചത് മാത്രമാണെന്ന്. പക്ഷെ എന്താവൂല? കുഫ്റാവൂല. പക്ഷെ ഇതല്ല, ഇത് ത്വരീഖത്തും അല്ല. ഇതെന്താണ്? പക്ക കുഫ്ർ, പക്ക കുഫ്ർ. കാര്യങ്ങളെ ശരിക്ക് സമീപിക്കാനും പൊതുജനത്തിൻ്റെ കൺഫ്യൂഷൻസ് തീർത്തു കൊടുക്കാനും പണ്ഡിതന്മാർ തീരെ ശ്രമിക്കുന്നില്ല എന്നതും അവർ ഒരിക്കലും പഠിക്കുന്നില്ല എന്നതിനുമുള്ള തെളിവാണ് ഈ പുറത്തു വന്നത്. ഇത് വലിയ സംഭവമായിട്ടാണ് ചിലർ കൊണ്ടു നടക്കുന്നത്. അത് 100%. അവിടെയൊക്കെ വിഷയം എന്താ വെച്ചാൽ ജനങ്ങൾ ഇന്ന് ഒരു വിഭാഗം ആളുകൾ സംഘടനാപരമായ മികവിനെ കണ്ടെത്തുക. ഞങ്ങളത് പേച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതേ ആവശ്യമുള്ളൂ. സത്യത്തിൽ ഇത് ഇത് ത്വരീഖത്തല്ല.
2 ഇത് കേവലം പിഴച്ചതുമല്ല, പിന്നെ അതെന്താണ്? പക്ക കുഫർ. ഈ പക്ക കുഫറിൽ നിന്ന് ജനങ്ങളെ വലിച്ചു പുറത്തു കൊണ്ടുവരണം. അത് ഈ തീരുമാനം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പുനഃപരിശോധിക്കുകയും ആ പണ്ഡിതന്മാർ അതിന് കൃത്യമായി അനലൈസ് ചെയ്ത് വളരെ കൃത്യമായൊരു തീരുമാനം വേഗം പുറപ്പെടുവിക്കുകയും എന്ന് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് പറയാണ്. ഇത് വിമർശിക്കലല്ല, എനിക്ക് നിങ്ങൾ വിമർശിക്കുന്ന ഒരു ഇഷ്ടമില്ല. പക്ഷെ ഇത് എന്നെ വളരെ വേദനിപ്പിച്ച പത്ര റിപ്പോർട്ടാണ് ഈ അടുത്ത ദിവസം വന്നത്. അതൊരിക്കലും പേച്ചതുരിക്കത്തല്ല, ഒരിക്കലും അല്ല, അത് പക്ക കുഫറാണ്. ഇത് കേരളത്തിൽ കുഫറാണെന്ന് ഏകദേശം ഇത് കുഫറാണെന്നും ഇതിന്ന് ജനങ്ങൾ വിട്ടു നിൽക്കണമെന്നും ഏകദേശം 2 വർഷത്തോളമായി ഞാൻ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പല ആക്രമണങ്ങളെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. കാരണം ലാഘവത്തോടെ നോക്കിക്കണ്ടാൽ ഉമ്മത്ത് നശിച്ചു. ഉമ്മത്ത് നിങ്ങൾ വിചാരിച്ച പ്രശ്നമല്ല. ഒരാൾ വഹാബി ആയാൽ ഏറി വന്നാൽ അയാൾ എന്തേ ആയുള്ളൂ, അവർ പേച്ചുപോയി, അത്രയേ ഉള്ളൂ. അയാൾക്ക് നന്നാവൽ എളുപ്പമാണ്. അതേ സമയത്ത് കുഫറാണിത്. ഇത് പരിശുദ്ധ കെലിമേന്ന് തന്നെ പുറത്തു പോകും. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഒരാൾ വഹാബി ആയതുകൊണ്ട് പരിശുദ്ധ കെലിമേന്നും പരിശുദ്ധ റിസാലത്തുൽ മുഹമ്മദിയത്തൊന്നും പുറത്തു പോവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനെ വാദിക്കരുത്, ഒരിക്കലുമില്ല. പിന്നെ വ്യക്തിപരമായി ചില ആളുകൾ അങ്ങനെ അതിന് വിട്ട് പറഞ്ഞാൽ പോയേക്കാം. അത് ഇൻഡിവിജ്വലായ അയാളെ പ്രശ്നമാണ്, മനസ്സിലാവും. അതേ സമയത്ത് ഈ സാധനം വളരെ പക്ക കുഫറാണ്. അത് കുഫറാണെന്നും പൊതുജനം അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ഒരൊറ്റ വാക്ക് പണ്ഡിതന്മാർ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവരത് പഠിച്ചില്ല എന്നതാണ് കാരണം. പഠിച്ച അങ്ങനെയല്ല പറയുക. ഞങ്ങളൊക്കെ നിരന്തരമായി, എന്നെപ്പോലത്തെ പലരും നിരന്തരമായി അതിൻ്റെ ആക്രമണം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഭയങ്കര ദുരന്തമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ഒരു ഇന്ന് മുസ്ലിം ലോകം 3ആണ്. അതിൽ സുന്നികളുണ്ട്, വഹാബികളുണ്ട്, ഷിയാക്കളുണ്ട്. ഈ ഷിയാക്കൾ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പായി മുഖ്യധാരയിൽ നിന്ന് വേറിട്ട് പോയവരാണ്. അവർക്ക് അവരുടേതായ ഐഡിയോളജി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാൽ ഷിയായിസം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. പറയുമ്പോൾ നബി കുടുംബം, മറ്റേത് നബിയോട് സ്നേഹം എന്നൊക്കെ പറഞ്ഞാലും അതിന് ലക്ഷ്യം വേറെയാണ്. നല്ലവരൊക്കെ ആദ്യ കാലഘട്ടത്തിലെ ചില നന്മയുടെ വശങ്ങളൊക്കെ അതിലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അതേ സമയത്ത് അത് പക്ക കുഫറാണ്. എന്താ പറയുക, അത് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയായി, കുഫർ എന്നല്ല, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയായി ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് വേറിട്ട് വരാം. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കൽ അവർക്ക് നിർബന്ധമായിരിക്കും. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ യൂറോപ്പാണ്. യൂറോപ്പ് എല്ലാ നന്മയുടെയും ശത്രുവാണ്. യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയുടെ ശത്രുവാണ്. ക്രിസ്ത്യാനിറ്റിയെ ഇങ്ങനെ ദ്രോഹിച്ച ഒരു വിഭാഗം യൂറോപ്പിനെ പോലെ ഇല്ല. അവർ തന്നെയാണ് എന്തിനേയും നശിപ്പിച്ചത്? തോറയെ നശിപ്പിച്ചത്. അതായത് ജൂദായിസം, യഹൂദിയത്ത്. ആരാണ് യഹൂദിയത്തിനെ നശിപ്പിച്ചത്? യൂറോപ്യർ. ആരാണ് ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിച്ചത്? ഉദാഹരണം പറയാം, 2 അപ്പോസ്തലന്മാരെ അല്ലാതെ 12 അപ്പോസ്തലന്മാരിൽ 10 അപ്പോസ്തലന്മാരെയും പച്ചക്ക് കൊന്നത് യൂറോപ്യന്മാരാണ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? 12 അപ്പോസ്തലന്മാരാണ്, ഹവാരികളാണ് സയ്യിദുനാ ഈസാക്കുള്ളത് അലൈഹിസ്സലാം. അതിൽ തീയിലിട്ട ഒരാൾ എണ്ണയിൽ എറിഞ്ഞ ഒരു മഹാനായ ഒരു ഹവാരി റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. പിന്നെ ഇന്ത്യയിലേക്ക് വന്ന ബഹുമാനപ്പെട്ട സെയിൻറ്റ് തോമാസും രക്ഷപ്പെട്ടു. അദ്ദേഹം അവിടെ നിന്ന് വന്നു. ഇവിടെ അദ്ദേഹം കുത്തുകൊണ്ട് മരിച്ചു. AD 52 തോമാസ് ഇന്ത്യയിൽ വരുന്നത്. AD 72 തോമാസ് മൈലാപ്പൂരിൽ വഫാത്തായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മിൻ തലാമീദ് ഈസാ നബിയുടെ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മൈലാപ്പൂരിൽ മറവ് ചെയ്തു. പിൽക്കാലഘട്ടത്തിൽ അവർ എഡേസയിലേക്ക് കൊണ്ടുപോയി, ഇറാഖിൽ. പിന്നീട് അത് റോമിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ
ബഹുമാനപ്പെട്ടവരുടെ ജഡം റോമിലാണ്. ആരുടെ? സെയിൻറ്റ് തോമസിൻ്റെ റളിയല്ലാഹു അൻഹു. അവരാണ് അടിസ്ഥാന ക്രിസ്ത്യാനികൾ. എവിടെയുള്ള? കേരളത്തിലെ, ഇന്ത്യയിലെ അടിസ്ഥാന ക്രിസ്ത്യാനികൾ സെയിൻറ്റ് തോമസ് വിഭാഗമാണ്. എന്തുകൊണ്ട്? തോമസ് ആരാണ്? മനസ്സിലായില്ലേ? തോമസ് ആരാണ്? സെയിൻറ്റ് തോമസ് ആരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാളാണ്. AD 52 AD 32 ഈസ ഉയർത്തപ്പെട്ടു. AD 52 സെയിൻറ്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നു. AD 72 ഇന്ന് തമിഴ്നാട്ടിലായ മൈലാപ്പൂർ വിഭജിക്കപ്പെട്ടപ്പോൾ കേരളവും തമിഴ്നാടും രണ്ടാക്കിയപ്പോൾ മൈലാപ്പൂർ തമിഴ്നാട്ടിലാണ്. മൈലാപ്പൂരിൽ സെയിൻറ്റ് തോമസ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായി. അള്ളാഹു അദ്ദേഹത്തിന് വലിയ നന്മയും വലിയ ഖൈറും അദ്ദേഹം കൊടുക്കട്ടെ. അദ്ദേഹം വലിയ നല്ല മനുഷ്യനാണ്, 100%. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അഭിവാദ്യം അർപ്പിക്കാതെ പോകരുത്. അദ്ദേഹം ക്രിസ്ത്യാനികളെ നേതാവാന്ന് വിചാരിക്കരുത്. അവർ നല്ല മനുഷ്യന്മാരൊക്കെ എല്ലാവരുടെയും നേതാക്കൾ തന്നെയാണ്. അവരൊക്കെ നല്ലവരാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ദിവ്യസന്ദേശം ഇഞ്ചീലിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്ന ആളാണ് ആര്? സെയിൻറ്റ് തോമസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ബാക്കി 10 ആളെയും യൂറോപ്യന്മാർ കൊന്നു. എന്തുകൊണ്ട്? യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയും അവർ സമ്മതിക്കൂല നിലനിൽക്കാൻ. അവർ നശിപ്പിച്ചേ